ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ ഒരാഴ്ച കാലം നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ ഇന്ന് പകൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മളാരും കടന്നു വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. ദൈവം നമ്മെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നാം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. കർത്താവിൻ്റെ പ്രത്യേകമായ കാവലും പരിപാലനങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും ഒന്നും കുറഞ്ഞു പോകാതെ ദൈവം നമ്മെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. എല്ലാത്തിനുമായി സ്തോത്രം. എല്ലാ ദൈവമക്കളെയും കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു തിരുവചന ഭാഗത്തേക്ക് കടന്നു വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 17-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ ഒരു മുഖവരിയായിട്ട് ഏലിയാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു. 1, 2, 3, 4 വാക്യങ്ങൾ, 4 പേരുടെ വാക്യങ്ങൾ ശബ്ദമുയർത്തി ശമൂവേൽ വായിക്കും. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരിത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. മതി. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏലിയാവിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ ആണ്, അതോട് ചേർന്ന് ചില ദൈവിക ആലോചനകൾ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. ഒരുപാട് പ്രാവശ്യം ഏലിയാവിനെ കുറിച്ച് 100 കണക്കിന് പ്രാവശ്യം രക്ഷിക്കപ്പെട്ടവർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ കർത്താവ് ഒരു സ്ഥലത്ത് കടന്നു ചെന്നപ്പോൾ ആ ഒറ്റ പ്രാവശ്യം ആ സ്ഥലം കൊണ്ട് ആ സ്ഥലത്ത് ചെന്ന് ഒരു പ്രാവശ്യം അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ട് അവസാനിപ്പിച്ചില്ല. യേശു പിന്നെയും കടന്നുഭൂമിയിൽ കടന്നുപോയി. ദൈവം ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാനത് 2 പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവമക്കളെ, കർത്താവ് പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു. പിന്നെയും അവിടെ തന്നെ ഇരുന്ന് ഒരേ സ്ഥലത്ത് ഒരേ വീടുകൾ തന്നെ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ ആലോചന സംസാരിച്ചുകൊണ്ടിരുന്നു. ഏലിയാവിനെ കുറിച്ച് ഇനി 1000 പ്രാവശ്യം കേട്ടാലും ആരായിരുന്നു ഏലിയാവ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുന്നതോടൊപ്പം ഓരോ പ്രാവശ്യവും ഓരോ ചെറിയ ചിന്തകൾ പരിശുദ്ധാത്മ നമുക്ക് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയാവ് ആരായിരുന്നു, അവൻ്റെ അപ്പനാര്, അവൻ്റെ അമ്മയാര്, അവൻ്റെ വീട്ടുകാരെന്താ, എന്തായിരുന്നു പരിപാടി, ഇതൊന്നും നമുക്ക് വേദപുസ്തകത്തിൽ അറിയുന്നില്ല. ഇങ്ങനെ ഒറ്റ കാര്യം മാത്രം ബൈബിൾ പറയുന്നു, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വേറൊരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാം ഭാഗത്ത് വായിക്കുന്നു, ഹല്ലേലൂയ, മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥനയിൽ യഹോവയോട് കർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഏലിയാവ്. അപ്പൊ ആരായിരുന്നു ഏലിയാവ്? ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് ചിന്തിച്ചത്. ആരായിരുന്നു ഏലിയാവ്? ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ആകാശത്തെ അടപ്പിച്ചവർ, പ്രാർത്ഥിച്ച് മഴയെ അടപ്പിച്ചവർ, പ്രാർത്ഥിച്ച് ആ ദേശത്ത് ക്ഷാമം കൊണ്ടുവന്നു, വരണ്ട അവസ്ഥ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ടോ വേദപുസ്തകത്തിൽ? ദേശത്ത് ക്ഷാമം പെരുകി ജനങ്ങളെല്ലാം കഷ്ടപ്പെടണം, കർത്താവേ കഷ്ടപ്പെടണം എന്ന് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ടോ? ഹല്ലേലൂയ എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ, എനിക്ക് ഈ വാക്യം വായിച്ചപ്പോൾ അങ്ങനെ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുവാനായിട്ടിടയായി. എന്നാൽ പഴയ നിയമം നമ്മൾ വായിച്ചു വരുമ്പോൾ, ഉൽപ്പത്തി മുതലേക്ക് വായിച്ചു വരുമ്പോൾ, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഇതൊക്കെ വായിച്ചു വരുമ്പോൾ കർത്താവ് യഹോവയായ ദൈവം ഇസ്രായേലിന് കൊടുക്കുന്ന ചില കമാൻഡ്മെന്റ്സ് ഉണ്ട്, കൽപ്പനകളുണ്ട്. നീ എൻ്റെ കൽപ്പന ലംഘിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചുകൊണ്ട് നീ എൻ്റെ സന്നിധിയിൽ നിന്ന്, ഇസ്രായേലിനോട് ദൈവം പറയുക, നീ വിട്ടുമാറിയാൽ, അകന്നു മാറിയാൽ ഞാൻ ദേശത്ത് ക്ഷാമമുണ്ടാക്കും, ഞാൻ ദേശത്ത് മഹാമാരി അയക്കും, ദേശത്ത് ബാധകളെ അയക്കും, ദേശത്ത് പ്രതിസന്ധികൾ കൊണ്ടുവരും എന്ന് ദൈവം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്രായേലിന് പറഞ്ഞു, ഇസ്രായേൽ ദൈവത്തെ വിട്ട് അകന്നു മാറിയപ്പോഴെല്ലാം ദേശം മുഴുവനും അനുഭവിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ചില പ്രവൃത്തികൾ അയച്ചിട്ടുണ്ട്. അത് രാജാക്കന്മാരെ മാറ്റിയില്ല, മന്ത്രിമാരെ മാറ്റിയില്ല, ഉന്നതന്മാരെ മാറ്റിയില്ല, പുരോഹിതന്മാരെ മാറ്റിയില്ല. നീ ദൈവകൃപ വിട്ട് ദൈവത്തിന്റെ ഹിതത്തിന് എതിരായി, ഓപ്പോസിറ്റായി നീ യാത്ര ചെയ്താൽ നിന്റെ ദേശത്ത്, നിന്റെ എല്ലാ മേഖലകളിലും മഹാമാരി അയക്കും, ക്ഷാമം അയക്കുമെന്ന് ദൈവം കൽപ്പനയായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തോന്നും ദേശത്ത്
ഒരു ദൈവദാസൻ ഒന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, മഴ പെയ്യരുത്, മഴ പെയ്യരുത്, മഴ പെയ്യരുത്, ആകാശത്തെ അടയ്ക്കണം, ആകാശത്തെ അടയ്ക്കണം, അടച്ചേ മതിയാവും, ഒറ്റ തുള്ളി വെള്ളം ഇവർ കൊടുക്കരുത് കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയുണ്ടോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ പുസ്തകത്തിലെ വചനം മുഴുവൻ ഒരു വാക്യം കൊണ്ട് മാത്രം നമുക്കൊരു കാര്യം സ്ഥാപിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ആരായിരുന്നു ഏലിയാവ്? പ്രാർത്ഥനയിൽ പോരാടുന്ന പ്രാർത്ഥനാ വീരൻ ആയിരുന്നില്ല. ഇന്ന് വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഏലിയാവിനെ കുറിച്ച് അവിടെ വായിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഏലിയാവ് എവിടെയായിരുന്നു എന്ന് കൃത്യമായി പറയുകയാണ്. എവിടെയായിരുന്നു ഏലിയാവ്? അല്ലെ, തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനം തിരിഞ്ഞവൻ എന്നാണ്. തിശ്ബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് മനം തിരിഞ്ഞവനായി ഹല്ലേലൂയ പാർത്തിരുന്ന ഏലിയാവ് ഒരിക്കൽ വായിച്ചിരുന്നു. വായിക്കാം, നമുക്ക് വാക്യം. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിയായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ ഏലിയാവെന്ന ഞാൻ അവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. ഏലിയാവെന്ന ഞാൻ ആഹാബിനോട് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യം അപ്പോൾ ഭരിക്കുന്ന മഹാരാജാവായ ആ രാജാവിന്റെ മുഖത്ത് നോക്കി ഏലിയാവുന്ന ഞാൻ, ഏലിയാവാകുന്ന ഞങ്ങൾ എന്നല്ല, ഏലിയാവാകുന്ന ഞാൻ വളരെ സിംഗിളാണ്, ഒറ്റയ്ക്ക് ദൈവത്തിനായി നിൽക്കുന്ന ഒരു ഏലിയാവ്. അതാണ് നമുക്ക് ആ വചനത്തിൽ നിന്ന് ഒന്നാമത് മനസ്സിലാക്കാൻ. ഒറ്റയ്ക്ക് എല്ലാവരും വിട്ടുമാറി, എല്ലാവരും ബാൽ എന്ന ദേവന് പൂജ കഴിക്കാൻ പോയി, എല്ലാവരും 450 കള്ളപ്രവാചകന്മാരും 500 അശേര പ്രതിഷ്ഠകളെയും പ്രതിഷ്ഠകളുടെ പുറകെ പോയി. എല്ലാവരും അശേര പ്രതിഷ്ഠകളുടെ പുറകെ, കള്ളപ്രവാചകന്മാർ 480 അവരുടെ കൂടെ പോയി. അവർ കഴിക്കുന്ന പൂജയും അവർ കഴിക്കുന്ന യാഗങ്ങളും അവർ കഴിക്കുന്ന ബലിക്കെല്ലാം കാണാൻ മാത്രമുണ്ട്. പൊക്കയുണ്ട്, തീയുണ്ട്, ആവിയുണ്ട്, പല വിധത്തിലുള്ള കാണാൻ പോകാനുള്ള കണ്ടു കാഴ്ചകൾ ഒരുപാട്. ഈ കള്ളപ്രവാചകന്മാരും അശേര പ്രതിഷ്ഠകളും കൂടെ നടത്തുന്ന യാഗങ്ങൾ ഉള്ളത് കൊണ്ട് ആളുകളെല്ലാം അതിൽ ആകർഷണമുണ്ടായിട്ട് അങ്ങോട്ട് പോയി. ഞാൻ ഒറ്റയ്ക്ക് എലിയ പറയുകയാണ്, എല്ലാവരും വിട്ടുമാറിയപ്പോൾ ദൈവത്തിനായി ഒറ്റയ്ക്ക് നിന്ന ഏലിയാവ്. എന്താ പകൽ എനിക്ക് നിങ്ങളോട് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒന്നാമത് പറയാനുള്ള സന്ദേശം, എല്ലാവരും വിട്ടുമാറുമ്പോൾ നീ ഒറ്റയ്ക്കായാലും നീ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം നിന്റെ കൂടെ നിൽക്കും. നീ ഒറ്റയ്ക്കായാലും നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. നീ ഒറ്റയ്ക്കുള്ള നിന്റെ ഹൃദയത്തിന്റെ വേദന പ്രാർത്ഥന ഒരിക്കലും എൻ്റെ ദൈവം കാണാതിരിക്കുകയില്ല. 12 അപ്പോസ്തലന്മാരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. ഈ 12 പേരും ചക്കച്ചവണി പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അല്ലെ, ഓരോരുത്തരും കടന്നു പോകേണ്ട പ്രതിസന്ധികൾ ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം. എന്നാൽ പത്രോസ് ഒരു വഴിക്ക്, പൗലോ, മർക്കോസ് വേറൊരു വഴിക്ക്, മത്തായി വേറൊരു വഴിക്ക്, യൂദ കെട്ടുതുങ്ങി ചത്തു. അങ്ങനെ പല വിധത്തിലുള്ള സ്പ്രെഡായി പോയപ്പോൾ യോഹന്നാൻ, യേശുവിന്റെ മാറോട് ചാരിക്കിടന്ന യോഹന്നാൻ, ആരാധനയുടെ നടുവിൽ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ദൈവത്തെ യേശുവിനോട് മാറി ചാരിക്കിടന്ന യേശു സ്നേഹിച്ച അപ്പോസ്തലൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന അത് പ്രാപിച്ചവനായ യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയപ്പോൾ അവിടെ ആരും തനിക്ക് കൂട്ടുണ്ട്, വിഷപ്പാമ്പുകളുണ്ട്. തനിക്ക് മുന്നമേ പത്മോസ് ദ്വീപിൽ കടന്നു എന്നവരുടെ അസ്ഥികൂടങ്ങൾ കൂട്ടായിട്ടുണ്ട്. അസ്ഥികൂടങ്ങൾ ചലിക്കുന്നില്ല, അവർക്ക് ജീവനില്ല, മിണ്ടുന്നില്ല. തലയോട്ടികൾ അവിടെയുണ്ട്. ഹല്ലേലൂയ. 4 വശത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പത്മോസ് ദ്വീപ് വെള്ളം അലയടിക്കുന്നതിന് ഹുങ്കാര ശബ്ദമല്ലാതെ ചീവിടുകളുടെയും വിഷപ്പാമ്പുകളുടെയും വന്യമൃഗങ്ങളുടെയും എല്ലാം ഒരു കൂടാരമെന്നല്ലാതെ അവരുടെ ഒച്ചയും കോലാഹലങ്ങളും അല്ലാതെ ഓരോ മനുഷ്യജീവി തന്നോടൊപ്പം മുട്ടുമടക്കി സ്തോത്രം ചെയ്യുവാൻ പത്മോസ് ദ്വീപിനകത്ത് ഇല്ലാതിരിക്കുമ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ ആ കഷ്ടതയുടെ നടുവിൽ മുട്ടുമടക്കി കർത്തൃ ദിവസം കടന്നു, ആ ദൈവത്തെ ആരാധിക്കുന്ന ദിവസം കടന്നു വന്നപ്പോൾ ആരാധനയുടെ തേജസ് ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ മുട്ടുമടക്കി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ ദൈവം കൈമാറിയതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന വെളിപ്പാട് പുസ്തകം. കർത്തൃ ദിവസത്തിൽ ഞാനെന്നവിടെ ഞങ്ങളെന്നല്ല,
ഞങ്ങൾ 11 പേരോട് കൂടെ പത്മോസ് ദ്വീപിൽ 11 പേരെയും ഡൊമിഷ്യൻ ചക്രവർത്തി പത്മോസിലേക്ക് നാട് കടത്തിയില്ല. എല്ലാവരുടെ മേലും പിശാചിന്റെ കണ്ണില്ല, എല്ലാവരെയും തകർക്കാൻ പിശാചിന് പദ്ധതിയില്ല. നീ 2 വാക്യം കാണാതെ പഠിച്ച് കാണുന്നതെല്ലാം ചെയ്ത് കാണുന്നതെല്ലാം പറഞ്ഞ് നീ വട്ടം കറങ്ങി നടന്നിട്ട് നീ ഞായറാഴ്ച വന്നിരുന്നാൽ നിനക്ക് ഒരു കുഴപ്പവുമില്ല. നിനക്കൊരു ജലദോഷം പോലും വരാൻ പോകുന്നില്ല. 10 മിനിറ്റ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മീകമായി നീ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ, ആത്മീക ജീവിതത്തിൽ എന്തെങ്കിലും ഏലിയാവിനെ പോലെ യോഹന്നാനെ പോലെ ഒറ്റയ്ക്ക് നിന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ഞാൻ യഹോവയെ സേവിക്കുമെന്ന് അത് യോശുവ വിളിച്ചു പറഞ്ഞതുപോലെ ദൈവത്തിനായി നിൽക്കുവാനും ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുവാനും ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ച് സടകുടഞ്ഞ് എഴുന്നേറ്റ ശിംശോനെ പോലെ ഞാനും നിങ്ങൾ എഴുന്നേൽക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരു വശത്ത് ഡൊമിഷ്യൻ ചക്രവർത്തി വരും, വേറൊരു വശത്ത് വിഷപ്പാമ്പുകൾ വരും, വേറൊരു വശത്ത് കരടി വരും, വേറൊരു വശത്ത് സിംഹം വരും, വേറൊരു വശത്ത് കൂട്ടുകാർ തകർക്കാൻ നോക്കുമ്പോൾ എല്ലാ മേഖലയിലും നിന്റെ മേലുള്ള അഭിഷേകം വെളിയിൽ വരരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ തച്ചുടയ്ക്കാനായി പൈശാചിക ശക്തികളെല്ലാം കൂടെ ഒരുമിച്ച് എഴുന്നേൽക്കുമ്പോൾ അതിനെ തകർക്കാനും അതിനെ ഓവർകം ചെയ്യുവാനും എന്നെയും നിങ്ങളെയും സഹായിക്കുന്നതാണ് വർഷിപ്പ്, ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യോഹന്നാൻ ആ പ്രതിസന്ധികളുടെ നടുവിൽ അതിജീവിക്കുകയും പത്മോസിന്റെ അവസ്ഥയിൽ യോഹന്നാൻ ദർശനം പ്രാപിക്കാൻ ഇടയായി തീർന്നവൻ ദൈവസന്നിധിയിൽ മുട്ടുമടങ്ങി. ആരും അതിനോട് കൂടെയില്ല, ഒറ്റയ്ക്കാണ്. ആരും ഈ പത്മോസ് എന്നോടൊപ്പം ഇല്ല. ആരും ഇല്ലെങ്കിലും ദൈവം നിന്നോട് കൂടെ. ഐ ആം വിത്ത് യു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഞാൻ നിന്നോട് കൂടെ എപ്പോഴും, ഞാൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. എപ്പോഴും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം നമ്മെ നടത്തും. നമ്മൾ നടക്കുന്നതും ദൈവം നടത്തുന്നതും രണ്ടാണ്. നമ്മൾ തന്നെ നടന്നാൽ എവിടെയെങ്കിലും പോയി ചാടും. ദൈവം നമ്മളെ നടത്തിയാൽ ഒരിടത്തും വീഴുവാൻ എൻ്റെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കുകയില്ല. അവരെൻ്റെ കാലുകൾ വഴുതുവാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഏലിയാവ് പറയുകയാണ്, ഞാൻ ഹല്ലേലൂയ, ഏലിയാവ് എന്ന ഞാൻ രാജാവ് എന്ന നിന്നോട് പറയുന്ന ഒരു കാര്യം. അങ്ങനെയാണ് അവിടെ വായിച്ച വചനത്തിന്റെ അർത്ഥം. അപ്പോൾ ഏലിയാവ് ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ ആബാലവൃദ്ധ ജനങ്ങൾ രാജാവും. അപ്പോൾ ഏലിയാവ് പറയുകയാണ്, ഒന്ന് വായിച്ചാൽ 1-ാമത്തെ വാക്യം ഒന്നുകൂടെ, ഒരു പ്രത്യേക പദം അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ ഗിലിയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്. മതി. രണ്ടാമതായിട്ട് എനിക്ക് ആ വാക്യം തന്നെ ഇന്ന് രാവിലെയും ഞാനത് വായിച്ച് ധ്യാനിച്ചപ്പോൾ എഴുതി വെച്ചു. ഞാൻ രണ്ടാമത് കർത്താവിനോട് സംസാരിച്ചത്, ഏലിയാവാകുന്ന ഞാൻ രാജ്യം ഭരിക്കുന്ന രാജാവായ നിന്നോട് പറയുന്നു. എന്താ കാര്യം? ഹല്ലേലൂയ. ഈ പഴയ നിയമ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴേ രാജാക്കന്മാര് പറയും, പ്രജകളത് ഉറക്കെ പറ, കേൾക്കും, കേട്ട് അതേപോലെ തന്നെ അനുസരിക്കും. അപ്പൊ ഇത് തകിടം മറിഞ്ഞിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ്. ഒറ്റയ്ക്ക് ഒരു പീറ ചെറുക്കൻ കൊട്ടാരത്തിനകത്ത് വന്നിട്ട് രാജാവിന്റെ മോദം കൽപ്പിക്കുകയാണ്, കമാൻഡ് ചെയ്യുകയാണ്. ഞാൻ പറയാതെ ഈ ആണ്ടിൽ നീ ഭരിക്കുന്ന ഈ ഏറിയ സർക്കിളിലുണ്ടല്ലോ മഞ്ഞോ മഴയോ ഉണ്ടാകും, ഞാൻ സേവിക്കുന്ന ദൈവമായ യഹോവ പറഞ്ഞല്ലാതെ. അപ്പം പണ്ട് കാലത്ത് ചരിത്രം പഠിക്കുമ്പോൾ രാജാവ് ഡിക്ലെയർ ചെയ്യും, രാജാവ് വിളംബരം ചെയ്യും. ഇങ്ങനെ ചണ്ടയെ കൊട്ടി ഇങ്ങനെ നാട് വാഴുന്ന രാജാവ് ഇന്ന ആൾ ഇത്രാമൻ ഇന്ന വിഷയത്തിൽ ഇന്ന രാജ്യം മുഴുവൻ അറിയിക്കുവാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ പ്രജകൾ ഇന്നു മുതൽ ചെയ്യേണ്ടതാകുന്നു എന്നൊക്കെ പറഞ്ഞ് പഴയ സിനിമകളിലൊക്കെ കാണുമ്പോൾ ഈ രാജാക്കന്മാർ ഇങ്ങനെ ചെണ്ട കൊട്ടിയിട്ട് ഇങ്ങനെ കുതിരപ്പുറത്തും അല്ലാത്ത വണ്ടികളിലൊക്കെ നടന്ന് മന്ത്രിമാർ വിളിച്ചു പറയും, രാജാവ് എഴുതിക്കൊടുത്ത വിളംബരം എല്ലാവരും ഇങ്ങനെ ചെയ്യേണ്ടതാകുന്നു. നോവലിലൊക്കെ വായിച്ചിട്ടില്ല, അങ്ങനെ ചെയ്യും. രാജാവ് പറയും, പ്രജകൾ കേൾക്കും, രാജ്യം കേൾക്കും. മോഡി പറയും, മോഡി അർദ്ധരാത്രി 12 മണിക്ക് ഡിക്ലെയർ ചെയ്തു, ഇന്ന് മുതൽ 500 രൂപ നോട്ടില്ല, ഇന്ന നോട്ടുകളില്ല, എല്ലാത്തിനും ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്നിട്ട് പുതിയ നോട്ട് വന്നിരിക്കുന്നു. 1000 നോട്ട് ക്യാൻസൽ ചെയ്ത് 2000 നോട്ട്, 500 പുതിയ നോട്ട്, എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഒരു പത്രസമ്മേളനം. അന്ന് മുതൽ രാജ്യത്ത് മുഴുവനുള്ള സകല പണവും ചേഞ്ച് വന്നു. സകല ആളുകളും, അംബാനി മുതൽ എത്ര ഉന്നത പണക്കാരന, ഏറ്റവും ഉന്നതനാണെങ്കിലും ഈ രാജ്യം ഭരിക്കുന്ന രാജാവായ മോഡി പറഞ്ഞു, അത് അതേപോലെ തന്നെ അവർ അനുസരിക്കുവാനായിട്ടിടയായി. രാജാവ് പറഞ്ഞത് ഗവൺമെന്റ് പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ എനിക്കും പണിഷ്മെന്റ് ആണ്, നിങ്ങൾക്കും പണിഷ്മെന്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കൂ, രാജാവ് പറയുന്നതാണ് എല്ലാവരും കേൾക്കേണ്ട, അനുസരിക്കണം. രാജാവിൽ കൂടെയാണ് ഡിക്ലെയർ വരേണ്ടത്. പക്ഷെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഏലിയാവ് പറയുകയാണ്, ഹല്ലേലൂയ, എവിടെ നിന്ന് കിട്ടി ഇവന് ഈ ധൈര്യം? അതാ എന്റെ ചോദ്യം.
ഞാൻ പറയാതെ ഈ ഒരാണ്ട് 1-2 ദിവസമോ മാസമല്ല, ഞാൻ ആകാശം അടയട്ടെ എന്ന് പറഞ്ഞ് അടയും, ആകാശം തുറക്കട്ടെ എന്ന് തുറക്കും. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവവും ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഞാനും. അതാണ് അങ്ങനെ പറയുന്നത്. രാജാവിന്റെ മുഖത്ത് നോക്കി ഏലിയാവ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണെന്നറിയോ? എനിക്ക് പഠിച്ചപ്പോൾ മനസ്സിലായ കാര്യം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട്. ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരുത്തനുള്ളൂ ഈ ഇസ്രായേലിൽ. നിങ്ങൾ ആരും ദൈവത്തെ ആരാധിക്കും, നിങ്ങളെല്ലാം ബാലിന്റെ പുറകെ നടക്കുക. ബാലേ ഉത്തരമല്ലണമേ, ബാലേ ഉത്തരം, ഇസബേൽ ബാലിനെ ആരാധിക്കുന്നവൾ. ഇവരെല്ലാം കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് പൂജ യാഗവുമെല്ലാം, അത് കൃഷി വിള ഭൂമികൾക്കെല്ലാം മഞ്ഞും മഴയും ബാലാണ് കൊടുക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവരിങ്ങനെ പൂജ അർപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും ബാലിന്റെ പുറകെ. ഞാൻ ഒരുത്തന് ശേഷിച്ചിരിക്കും, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പൊ രാജാവ് പറയുകയാണ്, രാജാവിന്റെ മുമ്പ് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഞാൻ പറയണം മഴ പെയ്യാം. കാരണം എന്താ? ഒന്ന് വായിച്ച് അതിനകത്ത് ഒരു ദൂത് പിടിച്ചു കിടക്കുന്നു. ഒന്ന് വായിച്ച്. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകും. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ. എന്ന് പറഞ്ഞാൽ ഞാൻ സേവിക്കുന്ന ദൈവം യഹോവയെ ദൈവമാണ്, ബാലല്ല. ബാലിനെ അല്ല ഞാൻ, ബാലിന്റെ മുമ്പിലല്ല ഞാൻ മുട്ടുമുടക്കുന്നത്, ബാലിനോടല്ല ഞാൻ. സ്പഷ്ടമാണ്, വ്യക്തമാണ്, വെരി ക്ലിയർ. രാജ്യം ഭരിക്കുന്ന രാജാവിനോട് വളരെ ക്ലിയർ ആയിട്ട് ഗോസ്പൽ പറയുകയാണ്, ഞാൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ പേര് യഹോവ എന്നാണ്. ആ യഹോവയോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനും ആ ദൈവം തമ്മിലുള്ള ബന്ധം, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവവും ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഞാനും. ഞാൻ പറയാതെ ഈ ലോകത്തിൽ മഴ പെയ്യാൻ പോകുന്നില്ല. എത്ര ക്ലിയർ ആയിട്ടാണ്. അതിനകത്ത് മുഴുവൻ അദ്ദേഹം ഉയർത്തിയത് ജീവനുള്ള ദൈവത്തെ. നിന്റെ ജീവിതത്തിൽ എല്ലാവരും വിട്ടുമാറിയാലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്ക്. നിന്റെ ജീവിതത്തിൽ എല്ലാം പ്രതികൂലമായിട്ട് വരുമ്പോൾ ഏലിയാവിനെ പോലെ നീ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നീ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദേശത്തെ പാർത്ത് വിശ്വസ്തത ആചരിച്ചാൽ, വചനം പറഞ്ഞു, സങ്കീർത്തനം പറഞ്ഞു, ദേശത്തെ പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകാം. ഞാൻ ഈ രാജാവിന്റെ മുഖത്ത് നോക്കി, രാജാവ് പറയുന്നത് പ്രജകൾ അനുസരിക്കേണ്ടതിന് പകരം പ്രജകൾ പറഞ്ഞ് രാജാവ് അനുസരിക്കാന്ന് പറയുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ആയി. ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ദൈവാത്മാവ് ഇങ്ങനെ ചോദിക്കും, എവിടെ നിന്ന് കിട്ടി ഇവന് ഈ ധൈര്യം? എവിടെ നിന്ന് കിട്ടി? പ്രാർത്ഥനയിൽ നിന്നാണ് ഏലിയാവ് ധൈര്യം കിട്ടിയത്. ആരും ധൈര്യം ഇല്ലാത്തവർ, ധൈര്യം ചോർന്നു പോയവർ, അല്ലെങ്കിൽ ഭയമുള്ളവർ, ഏതെങ്കിലും വിഷയത്തെ ഭയപ്പെട്ട ചില നാളായി ഭയം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ദൂത്. നിന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന ഭയം കൊണ്ടുവന്നിരിക്കുന്നത് പിശാചാണ്, സാത്താനാണ്. ആ ഭയം എടുത്തു മാറ്റുക. അയ്യോ നാളെ എങ്ങനെ, അയ്യോ ഇങ്ങനെ, അത് ഇത് എങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഭയം നിന്റെ ഉള്ളിലാണ്. അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നൊരു തൂമ്പയുടെ സ്വഭാവം ഉള്ളവർക്ക് തമ്പുരാൻ കണ്ണടച്ചിരിക്കും, ഒന്നും ചെയ്യില്ല. പിറുപിറുക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല. ആവലാതി പറയുന്നവർക്ക് വേണ്ടി ദൈവം ഒന്നും ചെയ്യത്തില്ല. അതിൽ വേവലാതിപ്പെടുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെയല്ല, നിന്റെ ചിന്ത കൊണ്ട് ഒരു മുഴം കൂട്ടാനോ ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നിനക്ക് കഴിയത്തില്ല. ഞാനാണ് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ് എന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നവര് എന്ത് പറയണം? എബ്രായത്തിൽ വായിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും ഏലിയാവിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. അവനോട് പൗലോസിന്റെ ബോധ്യം ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞത്, ക്രിസ്തുയേശുവിൽ എന്നെ എല്ലായ്പ്പോഴും ഉറക്കെ പറ, എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയാം. ഓൾവേസ്. ഒരു വശത്ത് പട്ടിണിയുണ്ട്, ഒരു വശത്ത് അടിയുണ്ട്, ഇടിയുണ്ട്. പൗലോസ് എന്തെല്ലാം 11 പ്രാവശ്യം അടിച്ചെന്നാണ് അവന്മാര്. യഹൂദന്മാരെ അടി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെ ഒരു ബയോഗ്രാഫ് അല്ല, കുരിച്ചു പിടിച്ച ചാട്ടവാറുകൊണ്ടാണ് അടിക്കുന്നത്. അതെ, 11 പ്രാവശ്യം അടി കൊണ്ടവൻ, കോലുകൊണ്ട് അടിപ്പിച്ചതാണ്. ചാട്ടവാർ കോലുകൊണ്ട് അടി കൊണ്ടവനാണ്. ആ സമയത്തെല്ലാം പൗലോസ് പറഞ്ഞ, എന്നെ നടത്താൻ ദൈവം ശക്തനാണ്. ഇത്രത്തോളം ദൈവം നടത്തി. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിശ്വാസവും എപ്പോഴും ഞാൻ പറയുന്നതും ഇതാണ്, ദൈവം നടത്തി, ഇനിയും ദൈവം നടത്തും. ഇനിയും വൻ കാര്യങ്ങളെ ദൈവം എനിക്ക് ചെയ്യും. ഞാൻ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങളെ റിസീവ് ചെയ്യും. ഞാൻ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് നമ്മൾ നടപ്പിലും ഇരിപ്പിലും നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരു മനോബോധ്യത്തോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ കർത്താവ് നടത്തും. ഇവിടെ ഏലിയാവ് രാജാവിനെ നോക്കി പറയുകയാണ്, ഞാൻ എവിടെ നിന്ന് കിട്ടിയ ധൈര്യം? ഇവന് കിട്ടിയ ധൈര്യം, ഹല്ലേലൂയ,
ഇവൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ആർജിച്ചെടുത്തതാണ് ധൈര്യം. ഇനി അതിന്റെ അടുത്ത വാക്യം, രണ്ടാമത്തെ വാക്യം വരും, വായിച്ചു മോനെ ഒരിക്കൽ കൂടെ വേദ. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ. പിന്നെ അവന് അതിന്റെ ശേഷം എന്ന് വായിക്കുന്നുണ്ട് കുറെ വേറെ സ്ഥലത്ത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ എന്നാണ്? ഹല്ലേലൂയ. പിന്നെ ആലോചന ഉണ്ടായി, പിന്നെ പറഞ്ഞു. നമ്മൾ ആദ്യം എന്തോ പറഞ്ഞു, സംസാരിച്ചു. പിന്നെ ദൈവിക ആലോചന ഉണ്ടായി. ദൈവത്തിനായി ഏലിയാവ് നിന്ന് ദൈവത്തെ ഡിക്ലെയർ ചെയ്ത് ദൈവത്തെ ഉയർത്തി രാജാവിനോട്, രാജ്യം ഭരിക്കുന്ന രാജാവിനോട് ഈ ദൈവത്തിന്റെ മഹത്വവും പ്രാർത്ഥനയുടെ ശക്തിയും ബലവും തമ്മിൽ താനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അതിന് പിന്നെ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞ് രാജാവിനോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നിങ്ങളും ദൈവത്തിനായി നിന്നാൽ വ്യക്തമായ കൃത്യമായ ആലോചനകൾ ദൈവം നമുക്ക് വേണ്ടി തന്ന് ഓരോ ദിവസവും നമുക്ക് കൃത്യമായി വഴി നടത്തുന്ന ഒരു ദൈവം. ഏലിയാവ് ദൈവത്തിനായിട്ട് നിന്നപ്പോൾ ഏലിയാവിന് കൈമാറാൻ ദൈവത്തിന്റെ കയ്യിൽ ആലോചന ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. അതിന്റെ 1 രാജാക്കന്മാർ 17-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. വ്യക്തമായ ആലോചന, കൃത്യമായ ആലോചന, ഓരോ സ്പോട്ട്, അതിന്റെ പേര് വളരെ ക്ലിയർ ആയിട്ട് ദൈവം സംസാരിക്കുകയാണ്. ഏലിയാവ് ഒറ്റയ്ക്ക് ദൈവത്തോട് കൂടെയുള്ളൂ. യഹോവയെ ദൈവത്തെ സേവിക്കുന്നവർ, അവന്റെ മുട്ടുകുത്തുന്നവർ ഒറ്റയ്ക്കുള്ളൂ. നീ ഒറ്റയ്ക്കായിരിക്കും. നിന്റെ കുടുംബത്തിൽ ആഴമേറിയ വിശ്വാസവും ദർശനവും വിളിയും തെരഞ്ഞെടുപ്പും ഒറ്റയ്ക്കായിരിക്കും നിനക്ക്. നീ ഒറ്റയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നാൽ നിനക്ക് ശരിയായ ദിശയിലേക്ക് ചലിക്കുന്നതിന് വേണ്ടി ശരിയായ ആലോചനകൾ അതതിന്റെ സമയത്ത് ദൈവം ഹാൻഡ് ഓവർ ചെയ്ത് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിന്നെ വ്യക്തമായി നടത്താൻ ഈ ദൈവത്തിന് കഴിയും. ആമേൻ പറയും. ആ കർത്താവിന്റെ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ട്. അപ്പോൾ ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ, ദൈവിക ആലോചനയ്ക്ക് അവൻ ചെവി കൊടുത്തപ്പോൾ, ദൈവത്തിനായിട്ട് ഹല്ലേലൂയ അവൻ ദാഹത്തോടെ ദൈവത്തെ മഹത്വപ്പെട്ട് നിന്നപ്പോൾ ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആലോചന, ദൈവിക ആലോചന ഹാൻഡ് ഓവർ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ആരെല്ലാം ഒറ്റയ്ക്കാക്കിയാലും ഒറ്റപ്പെടുത്തിയാൽ, ആരെല്ലാം നമ്മെ തള്ളിക്കളഞ്ഞാലും ഒരിക്കലും ദൈവം ഒറ്റപ്പെടുത്തുകയില്ല. ഇനി അടുത്ത വാക്യം വായിച്ചട്ടെ. അതിന്റെ 3 വാക്യം ഒരിക്കലും. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന നീ കൊട്ടാരം എഴുന്നേറ്റ് കിഴക്കോട്ട് ചെന്ന യോർദാൻ നടുക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിന്ന് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് പിന്നെ അവന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. ഒന്നാമത് കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ ഏലിയാവിനുണ്ടായ ഒന്നാമത്തെ അരുളപ്പാട്, ഒന്നാമത്തെ ആലോചന, നീ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് കെരുത്ത് എന്ന് പറയുന്ന തോട്ടിന്റെ അരികെ പോയി നീ പാർക്കണം. ഇന്ന് രാവിലെ ഈ വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് നിങ്ങൾ സംസാരിച്ചു. എന്തിനായിരിക്കും ആദ്യ വാക്യം, ഒന്നാമത്തെ വാക്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ സംശയം ഉണ്ടായി, എവിടെ നിന്ന് കിട്ടിയ ഈ ധൈര്യം? ആമേൻ. ഈ വാക്യം വായിച്ചു വന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായി, എന്തിനാണ് ദൈവം ഈ ആലോചന കൊടുത്തത്? എനിക്കെങ്ങാനുമാണ് തന്നതെങ്കിൽ ഞാനൊരു 100 ക്വസ്റ്റ്യൻ അങ്ങ് ചോദിച്ചത്. നേരത്തെ ഇപ്പൊ ചോദിക്കത്തില്ല. ഇപ്പോഴെന്നെ ഞാൻ ദൈവത്തിൽ വേർപ്പെടും. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഇപ്പോൾ തൃശ്ശൂർ ഒരു 500 പേരുള്ള അല്ലെങ്കിൽ ഒരു 1000 പേരുള്ള സഭയിൽ ഞാൻ ഇരിക്കുമ്പോൾ ദൈവം എന്ന് പറയാം, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് 2-3 പേരേ ഉള്ളൂ, നീ അപ്പുറത്തെ മാർത്താണ്ട ഒരു സഭയിലേക്ക് പോകാൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, അയ്യോ ഞാൻ ഈ 1000 പേര് ഇരിക്കുന്ന ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഈ 2 പേരുള്ള ചർച്ചയിൽ പോയാൽ ഞാൻ എങ്ങനെ, അങ്ങനെ മക്കളെ എങ്ങനെ, പഠിത്തം എങ്ങനെ, ജോലി എങ്ങനെ, പൈസ എങ്ങനെ, 100 ചോദ്യം ചോദിച്ചത്. ഏലിയാവ് കൊട്ടാരത്തിൽ കിടക്കുന്ന ഏലിയാവിനോടാണ് പറഞ്ഞത്, നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കരുത്തോടി പറഞ്ഞു. കൊട്ടാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരത്തിൽ കിടക്കുമ്പോൾ അവിടെ ഭയങ്കര സമൃദ്ധിയല്ലേ, കൃത്യസമയത്ത് ഭക്ഷണമുണ്ട്, കൃത്യസമയത്ത് എല്ലാം ഉണ്ടായാലും രാജകൊട്ടാരത്തിലെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത, സാധാരണ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നതല്ല. ഒന്നിനും കുറവില്ല എന്ന് ചുരുക്കി ഇങ്ങനെ പറയാം, രാജകൊട്ടാരത്തിൽ ഒന്നിനും കുറവില്ലാതെ സമൃദ്ധിയിൽ കിടക്കുന്ന ഏലിയാവ് ഒന്നുമില്ലാത്തടത്തേക്ക്, അവിടെ ഒറ്റയ്ക്കാണ്, കരുത്തോട്ടെങ്കിൽ ഒറ്റയ്ക്കാണ്. കരുത്തോട്ട് ചെല്ലുമ്പോൾ നിനക്ക് കൂട്ടിനായിട്ട് ഞാൻ ആരെ അയക്കുന്ന ദൈവം പറഞ്ഞേ? ശമുവൽ, നിന്റെ അടുത്ത് നിന്റെ ആവശ്യം വെള്ളം കരുത്തോട്ടിൽ കുടിച്ചോണം, പിന്നെ കാക്കി അയക്കും. അപ്പം കരുത്തോട്ട് ചെല്ലുമ്പോ ആകെപ്പാടെ ജീവനുള്ള ജീവിയെ കാണുന്ന പറഞ്ഞ ഏതാണ്? കാക്ക. കാക്കയെ കാണുന്നത് പോലും ആൾക്കാർക്ക് ഇഷ്ടം. കാക്ക ആരെങ്കിലും വളർത്തുന്ന കണ്ടിട്ടുണ്ട്?
ആരും കാക്കയെ കൂട്ടും, തത്തയെ വളർത്തും, മൈനയെ വളർത്തും, പല പല പക്ഷികളെ നമ്മൾ വളർത്താറുണ്ട്, മൊയലിനെ വളർത്തും. പക്ഷെ കാക്കയെ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ആരും വളർന്നു കണ്ടിട്ടില്ല. അപ്പൊ ഏലിയാവിനോട് പറയുകയാണ്, അകപ്പാട് ജീവനുള്ള ഒരു ജീവി നീ കരുത്തി തോട്ടി ചെല്ലുമ്പോൾ കാണുന്നത് കാക്കയായിരിക്കും. വേറെ മനുഷ്യനില്ല, വേറെ ഒന്നും കാണില്ല. വെള്ളം കുടി ഏതൊക്കെ ചത്തി ഒഴുകി മലയെന്നും കുന്നിന്നും ഒക്കെ ഒഴുകി വരുന്ന കലക്കവെള്ളമൊക്കെ ആയിരിക്കും. ആ തോട് എവിടെയൊക്കെ കലങ്ങി ഒഴുകി വരുന്ന വെള്ളമാണ്. നീ ആ കൊട്ടാരത്തിലുള്ള സുഖഭോജനം നീ അവസാനിപ്പിച്ചിട്ട് നീ കലക്കവെള്ളം കുടിക്കണം തോട്ടിന്ന് പോയി. എന്നിട്ട് അവിടെ നിനക്ക് നിന്റെ നീ ചാകാതിരിക്കാൻ നിന്റെ ആവശ്യത്തിന് ഭക്ഷണം നൽകി ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. നീ ഒരു കാക്കയെ കാണും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, എന്തിനാണ്, രണ്ട് കാര്യങ്ങളാണ്. എന്തിനാണ് ദൈവം കെരുത്തിലേക്ക് ഏലിയാവിനെ അയച്ചത്? പട്ടിണിയിട്ട് കൊന്നു കളയാനാണോ? അല്ല. ഒരു മനുഷ്യൻ പോലും അവിടെ ഇല്ലല്ലോ. കൊട്ടാരത്തിലാണ് പിന്നെ ബാലിനെ സേവിക്കുന്നവരാണെങ്കിലും 10 മനുഷ്യരെങ്കിലും കാണാൻ, അവർ ദൈവത്തെ സേവിക്കുന്നവരല്ലെന്നേ ഉള്ളൂ. 10 പേരെങ്കിലും കാണാൻ കൊട്ടാരത്തിൽ ഉണ്ട്. കെരുത്ത് പിടിക്കുന്ന ആരുമില്ല. കാക്കയല്ലാതെ വേറെ ആരും, കലക്കവെള്ളവും കാക്കയും, 2 കായ, ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം എന്തിനാണ് അവൻ അയച്ചത്? ദൈവം എന്നോട് ഈ രാവിലെ സംസാരിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് ഞാൻ ഈ വാക്കെടുത്ത് എഴുതിയത്, ദൈവിക കരുതൽ ഏലിയാവിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താനും ദൈവം ഏതൊരു സാഹചര്യത്തിലും അവനെ നടത്തുവാനും ശക്തനാണെന്നുള്ള ബോധ്യം, ആ ഉത്തമ ബോധ്യം ഏലിയാവിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദൈവം അങ്ങോട്ട് അയച്ചത്. ഒരു സമൃദ്ധിയിൽ നിന്ന് ഒന്നുമില്ലാത്ത സീറോയിലേക്ക് ഒരാളെ അയക്കും. ദൈവം അയക്കും. ദൈവ ആലോചന കൊടുത്ത് അയച്ചല്ലേ. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാലെന്നല്ലേ വായിച്ചത്? സംഭവം അങ്ങനല്ലേ വായിച്ചത്. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് ഇവൻ പോകുന്നത്. ദൈവത്തിന്റെ ആലോചന പ്രകാരം നീ കെരുത്തി പോയാലും, കോട്ടയത്ത് പോയാലും, തിരുവല്ലായി പോയാലും, കൊട്ടാരത്തിൽ പോയാലും, എവിടെ പോയാലും ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് പോയെങ്കിൽ നിനക്ക് വേണ്ടി ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിന്നെ സഹായിക്കാൻ വേണ്ടി ചിലരെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില പ്രത്യേക വിഷയങ്ങളുടെ ശൂന്യതയിൽ കൂടെ കടന്നു പോകുന്നവര് അടിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലതൊരുക്കി വെച്ചിട്ടുണ്ട്. നീ എവിടെ പോയി പാർത്താലും, നീ ഭൂമിയുടെ അറ്റത്ത് പോയി കിടക്ക വിരിച്ചാലും അവിടെയും നിന്റെ കൈ എന്നെ നടത്തുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. എന്നെ വിട്ട് ഞാൻ എവിടെ പോകും? ആകാശത്തിൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വെച്ച് അവിടെ എവിടെ ഭൂമിയുടെ അറ്റത്ത് പോയി ഉഷസിൻ ചിറക് ധരിച്ച് ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. എത്ര വലിയ ശ്രേഷ്ഠമേറിയ അറിവാണ് സങ്കീർത്തനക്കാരനുള്ളത്. ദൈവമക്കളെ, നമ്മെ നടത്താൻ ശക്തൻ. നമ്മൾ കടന്നു പോകുന്ന കഷ്ടത ദൈവം അറിയാത്തതല്ല. നമ്മളുടെ ഞെരുക്കം ദൈവം അറിയാത്തതല്ല. നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളൊന്നും ദൈവം അറിയാതെ വന്നിട്ടുള്ളതല്ല. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിൽ ആശ്രയിച്ച് ഏലിയാവിനെ പോലെ ദൈവത്തിന്റെ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ച് ഏലിയാവിനെ പോലെ ഓരോ ദൈവിക ആലോചനയ്ക്ക് അനുസരിച്ച് മൂവ് ചെയ്യുവാൻ ഞാൻ നിങ്ങൾ തയ്യാറായാൽ മതി. ദൈവം നമ്മുടെ വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. ചിലരുടെ വിഷയത്തെ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവാത്മാവ് പറയുകയാണ്, ചിലരുടെ കുടുംബത്തിലുള്ള വിഷയം, ചിലരുടെ ആവശ്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. ദൈവത്തിന്റെ 100 സോഴ്സ്. ഒരു ദൈവഭക്തനെ പോറ്റുവാൻ കാക്കയോട് കൽപ്പിച്ച ദൈവം, അല്ലെങ്കിൽ ഒരു ദൈവഭക്തനെ പോറ്റാൻ ദൈവത്തിന് 1000 വഴികളുണ്ട്. സിംഹത്തിന്റെ കൂടെ പോറ്റാൻ ദൈവത്തിന്, രാജാക്കന്മാരുടെ കൂടെ പോറ്റാൻ, വിധവയിൽ കൂടെ പോറ്റാൻ, കാക്കയിൽ കൂടെ പോറ്റാൻ, ഏലിയാവിനെ പോറ്റാൻ ദൈവത്തിന് പല വഴികളാണ്. ദൈവഹിതമാണ്, ദൈവത്തിന്റെ ആലോചനയാണ്. എന്റെയും നിങ്ങളെയും പോറ്റാൻ, പരിപാലിക്കാൻ, എന്റെയും നിങ്ങളെയും വിഷയങ്ങളുടെ ചുരുളഴിക്കാൻ, എന്റെയും നിങ്ങളുടെയും വിഷയത്തിന്റെ നടുവിൽ നിന്നെ താങ്ങി നടത്താൻ ദൈവത്തിന് 1000 വഴികളും 1000 പദ്ധതികളുമുണ്ട്. എത്ര ഒരു വിശ്വസിക്കുന്ന കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച്, അല്പസമയം കർത്താവിനെ സ്തുതിച്ച് കൈകളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത്, എന്നെ നടത്താൻ ശക്തൻ, എന്നെ വിളിച്ച ദൈവശക്തൻ. ദൈവിക കരുതലുകൾ വെളിപ്പെടാൻ വേണ്ടിയാണ്, ദൈവത്തിന്റെ കരുതലുകൾ ഞാൻ അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെന്ന് എത്ര ഒരു വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഏലിയാവിന്റെ ജീവിതത്തിൽ ശൂന്യതയിലേക്ക് ദൈവം ആലോചന കൊടുത്ത് നടത്തി. അതിന്റെ നടുവിൽ വെച്ച് ദൈവം തന്റെ കരുതലുകൾ വെളിപ്പെടുത്തി. ദൈവത്തിൽ കൂടുതലായി വിശ്വാസം ഏലിയാവിന് ഉണ്ടായതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില കുറവുകൾ, ചില പ്രയാസങ്ങൾ, ചില വിടവുകൾ, ചില പ്രതിസന്ധികൾ ഉണ്ടായത് അത് നന്മയ്ക്ക് വേണ്ടിയാണ്, തിന്മയ്ക്ക് വേണ്ടിയല്ല. അതിനകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥനയുടെ നടുവിൽ വെളിപ്പെട്ട ദൈവിക കരുതലുകൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ പ്രയാസ പ്രതിസന്ധി. നമുക്ക് ആശ്വസിക്കാം, നമുക്ക് ആശ്രയിക്കാം, നമുക്ക് നോക്കാൻ.
നമുക്ക് വേണ്ടി മുറിവേറ്റ ഒരു കരം സ്വർഗത്തിൽ എപ്പോഴും നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥ അണയ്ക്കുന്നു. നമ്മൾ കഷ്ടത അനുഭവിക്കുമ്പോൾ ആ സിംഹാസനത്തിൽ യേശു ഇരിക്കുകയില്ല. സ്തേവാനോസ് കഷ്ടതയിൽ നടുവിൽ മുമ്പോട്ട് നടക്കാൻ കഴിയാതെ മുട്ടുമുത്തുമ്പോൾ കർത്താവ് തൻ്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിന്നെന്നാണ് വായിക്കുന്നത്. ദൈവഭക്തന്മാർ കടന്നു പോകുന്ന പ്രയാസമേഖല നടുവിൽ സ്വർഗത്തിൽ ഇരിക്കാൻ, തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പോലും കഴിയില്ല. ദൈവം അറിയാതെ ഒരു മുടി പോലും താഴ്ത്തു വീഴുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും ദൈവം അതിനകത്ത് ദൈവത്തിന് പദ്ധതികളുണ്ട്, പ്ലാനുകളുണ്ട്. ദൈവം കരുതൽ വെളിപ്പെടും. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ സാന്നിധ്യ ദിവസം പ്രാർത്ഥന നടുവിൽ വെളിപ്പെടും. ദൈവം നമ്മെ ഒരിക്കലും കൈവിടാതെ ഈ ദിവസങ്ങളിൽ താങ്ങി നടത്തും. വിശ്വസിക്കുന്നവര് ശബ്ദത്തെ ആമേൻ പറയാം. അപ്പൊ കരുത്തുതൊട്ടിലേക്ക് അയച്ചത് ദൈവിക കരുതൽ വെളിപ്പെടുത്താനും അത് ഏലിയാവിനെ ബോധ്യമാക്കാനും കൂടെ വേണ്ടിയാണ്. വേറൊരു കാര്യം ഒന്നുകൂടെ വായിച്ച വാക്യം, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാനി കിഴക്കുള്ള കിരിത തോട്ടിലേക്ക് ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിന്ന് നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവിന്റെ ജീവിതത്തിൽ വിശ്വാസം വേണമെങ്കിൽ വന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. പുസ്തകത്തിൽ പറയുന്നില്ല, എഴുതി വെച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ ഉറപ്പ ഉണ്ടാകും. ഒന്നുമില്ലാത്തടത്തേക്ക് നീ പോന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടുണ്ടാവും. എങ്ങനെ കർത്താവ്? 100 ചോദ്യം. എങ്ങനെ കർത്താവ്? എങ്ങനെ നാളെ? എങ്ങനെ എനിക്ക് അവരോട് മുന്നേറാൻ കഴിയും ചോദിക്കും. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞൊരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ കാക്കയോട്, ദൈവത്തിനൊരു പുഴുവിനെ കൊണ്ട് പോലും അത്ഭുതം ചെയ്യിപ്പിക്കാൻ കഴിയുമെന്നേ. ഒരു പുഴുവിനെ കൊണ്ട് പോലും ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരു സ്ഥലത്തും ലജ്ജിച്ച് തല താഴ്ത്താൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പൊ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. കാക്ക, നമ്മൾ കണ്ടിട്ടുള്ള കാക്ക എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ് കൂടിയത് 1/2 കിലോ തൂക്കമാണ് അല്ലേ? നമ്മുടെ ഇവിടെയൊക്കെയുള്ള കാക്കയ്ക്ക് ഏറ്റവും കൂടുതൽ 1/2 കിലോ കൂടുതൽ, 1 കിലോ തൂക്കമുള്ള വലിയ പൊന്തം കാക്ക ഞാൻ ഇന്നേ പോലെ കണ്ടിട്ടില്ല. ഈ കാക്കയ്ക്ക് കൊടുത്തിരിക്കുന്ന അതിനകത്ത് പേര് റേവൻസ് എന്നാണ്. NIV ഇംഗ്ലീഷ് വേർഷൻ നോക്കിയാൽ അതിനകത്ത് ബ്രാക്കറ്റ് എഴുതുന്നത് റേവൻസ്. കാക്ക. ഇസ്രായേലിലെ കാക്കയും കേരളത്തിലെ കാക്കയും എന്തെങ്കിലും വ്യത്യാസമാണ്. ഇസ്രായേലിലുള്ള കാക്ക, ഈ റേവൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം കാക്കയെ പോലെ കറുത്ത 5 കിലോ തൂക്കമുള്ള പക്ഷി എന്നാണ് ഈ റേവൻസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത്. കാക്കയെ പോലെ കറുത്ത 5 കിലോ തൂക്കമുള്ള ജീവി, പക്ഷി. അപ്പൊ ഇസ്രായേലിലെ കാക്കകള്, ഞാൻ പല രാജ്യങ്ങളും യാത്ര ചെയ്തുകൊണ്ട് എനിക്കറിയാം, പല പക്ഷികളെയും പല രാജ്യങ്ങളുടെ പക്ഷികളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മൃഗശാലയിൽ പോകുമ്പോൾ കാണാം. ഇങ്ങനെ നമുക്ക് ഒരു കൗതുകമാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കും അവിടെ പോയത്. അപ്പം 5 കിലോ 6 കിലോ 10 കിലോ തൂക്കമുള്ള പക്ഷികളുണ്ട്, പല പക്ഷികളുണ്ട്. അപ്പൊ ദൈവം റേവൻസിനോട് കൽപ്പിച്ചതാണ്. ഇതിന്റെ ഒറിജിനൽ മൂലഭാഷ എബ്രായ ഭാഷയിൽ റേവൻസിനോട് കൽപ്പിച്ചു. റേവൻസ് എന്നാണ് എബ്രായ ഭാഷ. റേവൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം 5 കിലോ തൂക്കമുള്ള പക്ഷി. കാക്ക രാവിലെയും വൈകിട്ടും ഏലിയാവിന്റെ അടുത്ത് വരികയും ചെയ്തു. ഈ 1/2 കിലോ തൂക്കമുള്ള നമ്മുടെ ഇവിടുത്തെ കാക്കയ്ക്ക് ഒരു 100 ഗ്രാം ഉള്ളത് കൊണ്ട് പറക്കാൻ വേണ്ടി കഷ്ടിച്ചേ പറ്റുള്ളൂ. എന്നിട്ട് 5 കിലോ തൂക്കമുള്ള കാക്കയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 2 കിലോ 2.5 കിലോ ഒരു 3 കിലോ എങ്കിലും കൊത്തിക്കൊണ്ട് പറക്കാനുള്ള ശക്തിയുണ്ട്. രാവിലെയും വന്നു ഈ കാക്ക ഏലിയാവിൻ്റെ അടുത്ത്, വൈകിട്ടും വന്നു. എവിടെന്നാ ഈ അപ്പം കൊണ്ടുവന്നതെന്നുള്ള, അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നതെന്നുള്ളത് ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നത്, ആഹാബിന്റെ കണ്ണ് വെട്ടിച്ച് ദൈവത്തിന്റെ കാക്ക ആഹാബിന്റെ കൊട്ടാരത്തിൽ കയറി അവിടുന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് ഏലിയാവിന് കൊടുത്തെന്നാണ് ബൈബിൾ സ്കോളേഴ്സ്. പുസ്തകത്തിൽ എങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ നമുക്ക് വിശ്വസിക്കാം. 2.5 കിലോ അപ്പോ ഇറച്ചിയും രാവിലെയും 2.5 കിലോ അപ്പോ ഇറച്ചിയും വൈകിട്ടും കൊണ്ടുവന്ന 4 ഏലിയാവന്മാർക്ക് ഇരുന്നും നടന്നും തിന്നാൻ മാത്രം ഭക്ഷണം ഉള്ളത്. ദൈവത്തിന്റെ കാക്ക വൃത്തിയുള്ള കാക്കയായിരിക്കും. ദൈവത്തിന്റെ കാക്ക അല്ലെങ്കിൽ കൊണ്ടേ കൊടുത്താൽ ഏലിയാവിന് എനഫായിരിക്കും, തികയുള്ളത്. അവിടെ ദൈവമാണ് എന്നെ അങ്ങോട്ട് വിട്ടത്, ദൈവമാണ് എന്നെ പറഞ്ഞു വിട്ടത്. ദൈവം നീ തന്നെ പോകണ്ട, നിനക്ക് കൂട്ടായിട്ട് ഭക്ഷണം തരാൻ നിന്റെ കാക്കയും കൂടെ അയച്ചേക്കാന്ന് ദൈവം പറഞ്ഞു. ദൈവത്തിന്റെ കാക്ക നമ്മുടെ അടുത്ത് വന്ന ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ മുതൽ എത്ര കാക്കകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നെന്നറിയാം. അങ്ങനെ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും കഴിഞ്ഞ നാളുകൾ നടത്തിയ ഒരു ദൈവം കഴിഞ്ഞ നാളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. ഈ ഓൺലൈനിൽ വന്നിരിക്കുന്ന പലരുടെയും
ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രസവ സാഹചര്യം എനിക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ നാളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ലാതെ സീറോയിൽ നിന്ന് നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവമല്ലേ? അങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ആരിലും എൻ മനഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസമവൻ എനിക്ക് ഇടുന്നു, നടത്തിയിടുന്നു. ദൈവം എന്നെ നടത്തിയിടുന്നു, നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു, നാൾ തോറും വൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. ഹല്ലേലൂയ. ഇപ്പൊ രാവിലെ വൈകിട്ടും ഈ കാക്ക കിടന്നു. ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 കിലോ. ഞാൻ എങ്ങനെ ചിന്തിക്കുക, ഞാൻ കണക്ക് കൂട്ടിയാണ് 5 കിലോ തൂക്കമുള്ള റേവൻസിന് ഏറ്റവും 2.5 കിലോയിലും കൊത്തിക്കൊണ്ട് പറക്കാൻ കഴിയും. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും ധാരാളം മൃഷ്ടാന ഭോജനം ഏലിയാവിന് വേണ്ടി ദൈവം കരുതിയെന്നാണ്. അപ്പോൾ ഏലിയാവിന്റെ ജീവിതത്തിൽ ദൈവിക കരുതലുകൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പെട്ടെന്നൊരു ശൂന്യത ഉണ്ടായത്. ആ ശൂന്യത ഉണ്ടാക്കുന്ന ആലോചന ദൈവം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരിക്കലും നമ്മൾ തകർന്നു പോകാൻ താളടിയായി തീരുവാൻ വേണ്ടിയിട്ടല്ല ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമുക്ക് ജീവിതത്തിൽ കടന്നു വരുന്നത്. ഇനി അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് വായിച്ച്. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കിരുത്ത് തോട്ടിലേക്ക് പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരം അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ നമ്മൾ വായിച്ച പ്രകാരമാണ്. അങ്ങനെ ഏലിയാവ് യഹോവ പറഞ്ഞതുപോലെ ചെയ്തു. എങ്ങനെ ഏലിയാവ് യഹോവ പറഞ്ഞതുപോലെ ചെയ്തു? നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കെരുത്ത് തോട്ടിനരികെ ചെല്ലുവാനാണ് ദൈവം പറഞ്ഞത്. അവിടെ നിനക്ക് കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, വെള്ളം അവിടെ നിന്ന് കുടിച്ചു. അങ്ങനെയാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ദൈവം പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഏലിയാവ്. അതാണ് ഞാൻ ആദ്യം മുഖവരിയായിട്ട് പറഞ്ഞത്. ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഏലിയാവും ഏലിയാവ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവവും. നമ്മുടെ ജീവിതത്തിലും ഇത് പകർത്താൻ പറ്റും. യാക്കോബിന്റെ 5-ാം അധ്യായം 11-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചല്ലോ. ഏലിയാവ് നമുക്ക് സമസ്വഭാവം. ഞാനതാ വിശദീകരിച്ചത്. ഏലിയാവിന് ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. അത് പുതിയ നിയമ വിശ്വാസിയായി എന്റെയും നിന്റെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യന് പുതിയ നിയമ വിശുദ്ധൻ വായിക്കുമ്പോൾ, പുതിയ നിയമ വിശ്വാസി വായിക്കുമ്പോൾ നമുക്കും എനിക്കും നിങ്ങൾക്കും ഇന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കാം. എന്തുകൊണ്ട് എടുത്തുകൂടാ? കർത്താവേ, നീ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞാൻ ഗ്രഹിക്കുന്നു. ഏലിയാവിന് നല്ല ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരുന്നു. ആ സ്വഭാവ സവിശേഷതകൾ എൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ ആഗ്രഹിക്കുന്നു എന്നിൽ അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏലിയാവ് ധൈര്യശാലിയായിരുന്നു. നമുക്ക് ധൈര്യം എവിടെ നിന്ന് കിട്ടും? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചിരിക്കുന്നത്, ധൈര്യത്തിന്റെ ആത്മാവ്. പരിശുദ്ധ ഹോളി സ്പിരിറ്റ് ആണ് നമ്മുടെ മേൽ ധൈര്യം നൽകുന്നത്. നമ്മുടെ സാമർത്ഥ്യം കഴിവുമല്ല, ധൈര്യത്തിന്റെ ആത്മാവ്. ധൈര്യശാലിയായി ഒറ്റയ്ക്ക് നിന്നവനായിരുന്നു ഏലിയാവ്. നമ്മൾ ഒറ്റപ്പെട്ട മണ്ഡലത്തിൽ വന്നേക്കാം, പക്ഷെ അയാൾ നിത്യവും യേശു പറഞ്ഞിട്ടില്ലേ? അതോർത്ത് നമുക്ക് ബലപ്പെടാം. ആ സമയത്ത് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നവനായിരുന്നു. അതിൽ നമുക്കും ഏലിയാവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടാം. മൂന്നാമത്, ദൈവം പറഞ്ഞാൽ കേൾക്കുന്നവനായിരുന്നു. നീ ഇവിടുന്ന് പുറപ്പെടുവീൻ എന്ന് പറഞ്ഞപ്പോൾ ഇരു വശം നോക്കാതെ ദൈവം പറഞ്ഞത് അങ്ങനെയാണ് വായിച്ചത്. അങ്ങനെ യഹോവ പറഞ്ഞതുപോലെ ഏലിയാവ് ചെയ്തു.
ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഏലിയാവ്. ദൈവമക്കളെ, പറവട്ടാനി സഭയിലുള്ള ദൈവമക്കളെ, ഈ ഓൺലൈനിൽ കടന്നു സകലരോടും പരിശുദ്ധാത്മാവ് ഇന്ന പോലെ എന്നോടും, ദൈവം പറയുന്നത് നീ കേൾക്കാതെ, നീ പറയുന്നതൊന്നും ദൈവം കേൾക്കുമെന്ന് നീ സ്വപ്നം പോലും കാണില്ല. ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ പറഞ്ഞെങ്ങനെയാണ്? ഭാര്യയോട് ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നീ കേൾക്കാതെ നീ തലകുത്തി കിടന്ന് ഉപസിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഭർത്താവിനോട് ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ തലകുത്തി കിടന്ന് പ്രസംഗിച്ചോണ്ടോ പാടിയോണ്ടോ നൃത്തം ചെയ്തോണ്ടോ ഒന്നും കാര്യമില്ല. ഭർത്താവായി നീ, ഭാര്യയായി നീ, മക്കളോട്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ ശകലത്തിലോ മക്കളെല്ലാം എന്ന് പറഞ്ഞേ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ശകലത്തിൽ ഇച്ചിരി, അങ്ങനെയല്ല. പിള്ളേരെല്ലാം കേട്ടോണം. ഈ ആരാധന പിള്ളേർ വന്നിട്ടുണ്ട്, സഹോദരങ്ങൾ വന്നിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ, മക്കളെ, നിങ്ങൾ ഇതെല്ലാം മക്കള് യഹോവയുടെ കൽപ്പന അനുസരിക്കണം. മാതാപിതാക്കന്മാരെ സകലത്തിലും അനുസരിക്കണം എന്ന് പറഞ്ഞാൽ സകലത്തിലും നീ ഒബേ ചെയ്യണം, എങ്കിലേ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. സഭയുള്ള ബന്ധത്തിൽ ദൈവ ആലോചനയുണ്ട്, കൽപ്പനയുണ്ട്. ദൈവദാസന്മാരുള്ള ബന്ധത്തിൽ ദൈവദാസന്മാരെ എങ്ങനെ കാണണം, കരുതണം. കീഴ്വഴക്കങ്ങൾ, ബഹുമാനങ്ങൾ, പരസ്പര സ്നേഹം, വിട്ടുവീഴ്ചകൾ, താഴ്മ, വിനയം, ഐക്യതയോടെ നിങ്ങൾ എന്ത് ചെയ്താലും സ്നേഹത്തിൽ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവനാമം അത്, ഇതെല്ലാം കൽപ്പനകളാണ്. പുതിയ നിയമത്തിൽ മുഴുവൻ കൽപ്പനകളാണ്. ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന സഭ, സഭ പറയുന്ന ദൈവം കേൾക്കും. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിൽ സഭ പറഞ്ഞില്ലേ, ദൈവം കേട്ടില്ലേ? മറിയ എന്ന് പറഞ്ഞ സഹോദരന്റെ വീട്ടിൽ വെച്ചായിരുന്നു പ്രാർത്ഥന. വീട്ടിലായാലും പള്ളിക്കായാലും ഹോളിലായാലും എവിടെ സ്ഥലത്തിനല്ല പ്രത്യേകത, കൂടി വരുന്ന ആളുകളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരണം. ഒരുത്തൻ ക്രിസ്തുവിലാവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പഴയതും പുതിയതുമായി ബാലൻസ്ഡ് ആയിട്ട് നടക്കുന്ന നീ പറയുന്ന ഒന്നും ദൈവം കേൾക്കത്തില്ല. ഹല്ലേലൂയ. പഴയ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും മറുതി വരണം, എനിക്കായാലും നിങ്ങൾക്കായാലും. അപ്പോ അങ്ങനെ ഏലിയാവ് യഹോവ പറഞ്ഞതുപോലെ ചെയ്തു. അവിടെ മുതൽ തുടങ്ങണം അത്ഭുതം. അവിടെ മുതൽ തുടങ്ങുന്ന വീട്ടിൽ വായിച്ചു നോക്കും. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം വായിക്കുക ആഴ്ചയിൽ. അവിടെ മുതൽ തുടങ്ങിയാണ്. എവിടെ മുതൽ തുടങ്ങി ദൈവപ്രവൃത്തി. അങ്ങനെ ഏലിയാവ് യഹോവ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവിടെ മുതലാണ് തുടങ്ങുന്നത്. ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഞാനും, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവം എന്ന് എത്ര പേര് പറയും ഈ ആരാധനയിൽ നിന്ന്? ഇന്നൊന്ന് തീരുമാനിക്കാവോ? ദൈവം എന്ത് പറഞ്ഞാൽ ഞാൻ കേട്ടോളാം. ദൈവം കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തോളാം, എടുക്കാൻ പറഞ്ഞാൽ എടുത്തോളാം, പോകാൻ പറഞ്ഞാൽ പൊക്കോളാം, കിടക്കാൻ പറഞ്ഞാൽ കിടന്നോളാം, പറയാൻ പറഞ്ഞാൽ പറഞ്ഞോളാം, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ദൈവം എന്തു പറഞ്ഞാൽ ഞാൻ കേട്ടോളാമെന്നൊരു തീരുമാനം എടുക്കാവോ? ഇത് ഞാൻ പറയുന്നതല്ല, ദൈവം കേൾക്കണം. ദൈവം പറഞ്ഞതൊന്നും എനിക്ക് കേൾക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്നതൊക്കെ ദൈവം കേട്ടോണം, ദൈവം പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റിയല്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം. ഏലിയാവ് നമുക്ക് സ്വഭാവമുള്ള മനുഷ്യന് നമ്മളപ്പോൾ തന്നെ പറയുകയും ചെയ്യും. നോ, ഏലിയാവിന്റെ സ്വഭാവം എന്താണ്? മൂന്നാമത്തെ ഏലിയാവിന്റെ ഏറ്റവും നല്ല സ്വഭാവം, ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഏലിയാവ്. മക്കളായാലും അപ്പനും അമ്മയും പറഞ്ഞത് ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന മക്കൾക്ക് മാത്രമേ അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ പഠന സമയത്തിൽ പലരും അപ്പനും അമ്മയും പുറകെ നിന്ന് നടക്കും. എന്തിനു വേണ്ടിയാ? നിങ്ങൾ നശിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നിങ്ങളുടെ പുറകെ അപ്പനും അമ്മയും നടക്കുന്ന എന്തിനു വേണ്ടിയാ? നിങ്ങൾ ഈ 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പെണ്ണ് കെട്ടി 2-3 മക്കളായി കഴിഞ്ഞാൽ തേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഈ അപ്പനും അമ്മയും കാണുന്നു. ഇതിന് പഠിക്കാനൊരു സമയം, നടാനൊരു കാലം, നനയ്ക്കാനൊരു കാലം, വിളവെടുക്കാനൊരു കാലം, അത് ശേഖരിക്കാൻ എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന് സഭാപ്രസംഗി 12-ാം അധ്യായം പറഞ്ഞു. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം നമ്മൾ ഉഴപ്പിക്കളഞ്ഞാൽ, നമ്മളിങ്ങനെ പറ്റേ ചുണ്ണാമ്പ് തേക്കുന്ന ഏത് സമയം മൊബൈൽ തേച്ച് വെച്ചാൽ സ്ക്രീന് തേഞ്ഞു പോകുന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ചില കുട്ടികളൊക്കെ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു കയറും. എല്ലാം വേണം. അധികമായാലും അമൃതം വിഷം. അമൃതായാലും അധികം കഴിച്ച, തേനായാലും അധികം കഴിച്ചാൽ വിഷമാണ്. എല്ലാം വേണം, വേണ്ടെന്നല്ല. മൊബൈൽ കാണണ്ടെന്നല്ല, ഗെയിം കളിക്കണ്ടെന്നല്ല, അത് തോണ്ടണമെന്നൊന്നും പറയുന്നില്ല. ഒരു അപ്പനമ്മയും പറയത്തില്ല. അതെല്ലാം വേണം. അതിൻ്റെതായ സമയം, ഓരോന്നിനോരോ സമയമുണ്ട്. വെളുക്കുന്നത് വരെ എന്ന് തോണ്ടിക്കൊണ്ടിരുന്നാൽ ഏതപ്പനാ സഹിക്കുക? പിന്നെ ദൈവം പറഞ്ഞാൽ കേൾക്കുമോ? കേൾക്കത്തില്ല. എനിക്ക് നല്ല മാർഗം, എനിക്ക് ബുദ്ധി തരണം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ഭക്തി ഇല്ലാത്ത നിനക്ക് എങ്ങനെ ദൈവം ബുദ്ധി തരുന്നത്? നിനക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? ഫെയിലായിരിക്കും, ജയിക്കാൻ പറ്റത്തില്ല. നീ ദൈവഭക്തനായി ജീവിക്കണം. ദൈവം പറഞ്ഞാൽ കേൾക്കണം. മാതാപിതാക്കന്മാരെ അനുസരിക്കണം, ബഹുമാനിക്കണം. അങ്ങനെയുള്ള തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്.
ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സഭയും സഭ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവം, ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കുടുംബവും കുടുംബം പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവവും, ദൈവം പറഞ്ഞാൽ കേൾക്കുന്ന മക്കളും മക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ദൈവവും. അങ്ങനെ ഒരു പ്രത്യേക സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുക. കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേട്ട വചനത്തിനായി നന്ദി. ഇത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പോരായ്മകളുണ്ടെന്ന് വെളിപ്പെടുത്തി കേട്ടാണ് ഞാനത് ഏറ്റുപറയുന്നു. അടിയനെ കേട്ട എല്ലാ ദൈവമക്കൾ സഭ പലപ്പോഴും ദൈവം പറഞ്ഞാൽ കേൾക്കാത്തൊരനുഭവം, പുസ്തകത്തിലുള്ള കാര്യം 1000 പ്രാവശ്യം വായിച്ച് കേട്ടിട്ടും കേൾപ്പിച്ചിട്ട് പലപ്പോഴും അനുസരിക്കാൻ കഴിയാത്ത ഭാര്യ, അനുസരിക്കാൻ കഴിയാത്ത ഭർത്താവ്, അനുസരിക്കാൻ കഴിയാത്ത മക്കള്, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് സഭ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മ വലിയ മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സന്തോഷമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമായി വളർന്നു വരിക അവിടുന്ന് സഹായിക്കണം. ഞങ്ങൾക്കതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം അതതിൻ്റെ സമയത്ത് ഒരുക്കി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടിയനെയും കുടുംബത്തെയും എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ.